നമസ്കാരം, എല്ലാവർക്കും മുല്ലാസ് കുജീനയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഓണം സ്പെഷ്യൽ ഒരു ടേസ്റ്റി ബോളിയുടെ പ്രിപ്പറേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബോളി ഉണ്ടാക്കുന്നതിലേക്കായി ഞാനിവിടെ 1/2 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 8 ടേബിൾ സ്പൂൺ ഉണ്ട്. നമുക്ക് ഈ കടലപ്പരിപ്പ് ആദ്യം തന്നെ നന്നായി കഴുകി ഒരു 30 മിനിറ്റ് സമയം കുതിർത്ത് വയ്ക്കേണ്ടതുണ്ട്. ഞാനിവിടെ കടലപ്പരിപ്പ് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ബോളി ഉണ്ടാക്കുന്നതിലേക്കായി അടുത്തതായി നമുക്ക് അല്പം മാവ് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്കായി ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2-3 നുള്ളിനും വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഈ മാവിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു അയവിൽ മാവ് കുഴച്ചെടുക്കാം. മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുവെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. മാവ് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക്, അതായത് മാവ് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നല്ലെണ്ണ ഒഴിച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കടലപ്പരിപ്പ് നന്നായി കുതിർന്നിരിപ്പുണ്ട്. 30 സമയം സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ശേഷം നമുക്ക് ഇത് കുക്കറിലിട്ട് 2-3 വിസിൽ സമയം, അതായത് നമ്മുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് ഈ കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ വെള്ളം മുഴുവൻ വാർന്നു പോകുവാൻ വേണ്ടി ഒരു അരിപ്പയിലിട്ട് വയ്ക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ കടലപ്പരിപ്പിൻ്റെ വെള്ളം മുഴുവൻ വാർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഈ കടലപ്പരിപ്പ് നന്നായി അരച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്കായി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ബോളി ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത ഘട്ടം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്കായി ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതും 8 ടേബിൾ സ്പൂൺ ആണ്. ഈ പഞ്ചസാര മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 5 ഏലക്കയുടെ കുരു കൂടി ഇട്ട് നമുക്ക് പഞ്ചസാര നന്നായി പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോളിയുടെ അടുത്ത ഘട്ടം പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തു, ഒപ്പം കടലപ്പരിപ്പ് അരച്ചെടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കണം. അതിലേക്കായി ഒരു ഫ്രൈയിങ് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും അതോടൊപ്പം തന്നെ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഇത് വരട്ടിയെടുക്കേണ്ടതുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായി ഇളക്കി നമുക്ക് ഇത് വരട്ടിയെടുക്കാം. തീ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് അരച്ചതും പഞ്ചസാരയും കൂടി കുറുകി വരുന്നുണ്ട്. നമുക്കിത് തുടർച്ചയായി ഇളക്കി കൊടുക്കാം. ഇത് വരണ്ട് നല്ല കട്ട പരുവത്തിലാവണം. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് പഞ്ചസാര കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ അനുവദിക്കാം. നന്നായി തണുത്തതിന് ശേഷം ചെറുനാരങ്ങ വലിപ്പത്തിൽ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അല്പം നനവുണ്ടെങ്കിലും വിഷമിക്കേണ്ട. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് നല്ല കട്ടിയായിക്കോളും. ഇപ്പോൾ നമ്മൾ കുഴച്ചു വെച്ച മാവ് നന്നായി കുതിർന്ന് ഇരിപ്പുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ മാവ് എടുക്കാം.
ഈ മാവ് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് നേർത്ത് പരത്തിയെടുക്കാം. മാവ് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിൻ്റെ ബോൾ അതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഈ മാവ് വെച്ച് അത് മൂടിയെടുക്കാം. ഇങ്ങനെ മൂടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ വശത്തു നിന്ന് അധികം വരുന്ന മാവ് നമുക്ക് മാറ്റാം. തുടക്കത്തിൽ നമുക്ക് ഇത് അല്പം ഒരു പ്രശ്നമായി തോന്നും. എങ്കിലും നമ്മൾ ഉണ്ടാക്കി പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ മൂടാൻ വയ്ക്കുന്ന മാവിൻ്റെ അളവ് വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ശേഷം നമുക്ക് ഇത് പരത്തിയെടുക്കേണ്ടതുണ്ട്. അതിലേക്കായി നമ്മൾ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അരിപ്പൊടി വിതറിയതിന് ശേഷം നമുക്ക് ഈ ബോൾ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. സ്പീഡ് കൂടിയാൽ ബോൾ പൊട്ടി ഈ കടലപ്പരിപ്പ് മിശ്രിതം പുറത്തു വരും. അതുകൊണ്ട് വളരെ സാവധാനം ചെയ്യുക. കടലപ്പരിപ്പ് പുറത്തു വരുന്ന സ്റ്റേജിൽ അല്പം അരിപ്പൊടി വിതറി കൊടുക്കുക. ഇത് പരത്തിയെടുക്കുന്നതിന് അരിപ്പൊടിയാണ് നല്ലത്. നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചാൽ ആ ഒരു പിടുത്തം നമുക്ക് കിട്ടില്ല. ശേഷം നമുക്ക് സാവധാനം ഇത് പരത്തിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ നമ്മുടെ ബോളി പരത്തിയെടുക്കുകയാണ്. സാവധാനം മാത്രമേ ചെയ്യാവൂ. സ്പീഡ് കൂടിയാൽ ഇത് പൊട്ടിപ്പോവും. ബോളി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കണം. അതിലേക്കായി ഒരു ഫ്രൈയിങ് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് തടവി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ശേഷം നമുക്ക് ഈ ബോളി സാവധാനം ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് തടവി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോളിയിൽ നിന്ന് കുമിളകൾ വരുന്നത് കാണാം. രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ആ വശം ഫ്രൈ ആവാൻ അനുവദിക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുമിളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശേഷം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ആ വശവും ഫ്രൈ ആവാൻ അനുവദിക്കാം. ശേഷം മുകളിൽ നമുക്ക് നെയ്യ് തടവി കൊടുക്കാം. ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന്, അതായത് തീയിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബോളി അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബോളി എല്ലാം ഞാൻ ചുട്ടു വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ബോളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ്. പക്ഷേ സ്പീഡ് കൂടാതെ ചെയ്യാൻ ശ്രമിക്കുക. ബോളിയുടെ പ്രിപ്പറേഷനിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം നമുക്ക് കടലപ്പരിപ്പ് കുതിരുവാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബോളിക്കുള്ള മാവ് കുഴച്ചെടുത്ത് അത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കടലപ്പരിപ്പ് വേവിച്ചെടുത്ത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. അതോടൊപ്പം തന്നെ പഞ്ചസാരയും കൂടി പൊടിച്ചെടുക്കാം. പിന്നീട് ഇത് രണ്ടും കൂടി വരട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് പരത്തി അതിലേക്ക് കൂട്ടുവെച്ച്
നമുക്ക് പരത്തി ചുട്ടെടുക്കാം. എല്ലാവരും എൻ്റെ ഈ ബോളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.